ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നൂൽ പൊറാട്ട ഞാനും ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാം. നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 എഗ്ഗ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂണോളം പാലും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തു. 2 ഗ്ലാസ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഈ പൊറോട്ടയ്ക്ക് ആദ്യം 1 ഗ്ലാസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. രണ്ടാമത്തെ ഗ്ലാസ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൈദ ഒട്ടും കട്ടയാവാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ബാറ്റർ ഒത്തിരി ലൂസായി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അതുകൊണ്ട് അതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതിന് പകരം മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബ് നോക്കുന്ന സമയത്തൊക്കെ കാണുന്നുണ്ട് ഈ ഒരു പൊറോട്ടയുടെ റെസിപ്പി. അപ്പോൾ ഞാനൊന്ന് വെറുതെ ചെയ്ത് നോക്കിയതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ഓവറായിട്ട് കുഴയ്ക്കും പരത്തും വീശിയടിക്കാതെയും ഒക്കെ പെട്ടെന്നൊരു പൊറോട്ടയൊക്കെ റെഡിയാക്കണമെങ്കിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇത് ബാറ്റർ റെഡിയാണ്. ഉപ്പ് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ബാറ്റർ റെഡിയാക്കി ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പൈപ്പിംഗ് ബാഗ് കിട്ടിയില്ലെങ്കിൽ സാധാരണ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ പ്ലാസ്റ്റിക് കവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സൈഡ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ എൻഡിൽ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചൂടായിരിക്കുന്ന പാനിലേക്ക് ഇങ്ങനെ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തിന്നായിട്ടുള്ള ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പം ഈ ലെയേഴ്സൊക്കെ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ലെയറായിട്ട് പിന്നെയും ഒഴിച്ചു കൊടുക്കുന്ന ലെയേഴ്സിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവണം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത്. ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല തിൻ ലെയർ ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം വളരെ കുറച്ച് മതി. ഇതാ ഇപ്പോൾ ആദ്യത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ലെയറൊക്കെ ഇപ്പോൾ കുക്കായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാളും ഓയിൽ അധികം യൂസ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒട്ടും കട്ടിയില്ലാതെ സോഫ്റ്റാണ്. ഈ പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയുടെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചപ്പം എനിക്ക് ആ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയുടെ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് പെട്ടെന്നൊരു പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കി കഴിക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.